ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് നമ്മുടെ മീൻ പീര പറ്റിച്ചത്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും. മീൻ പീര, തേങ്ങാപ്പീര, മീൻ പറ്റിച്ചത്, അങ്ങനെ പല പല ഇതായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാന്ന് പറയണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊച്ചുള്ളി, തേങ്ങ, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ഷോപ്പറിനകത്ത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ മിക്സിക്കകത്താണെങ്കിൽ ഇട്ട് ജസ്റ്റ് ഒന്നുമില്ല തോരൻ നമ്മൾ അരയ്ക്കത്തില്ല, അതെനിക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അങ്ങനെ എന്നങ്ങനെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരിട്ട് നമുക്ക് ആ മീനകത്തോട്ടം കിട്ടാതെ മതി. ഇവിടെ ഞാൻ കാരലാണ് എടുത്തേക്കുന്നത്, കുഞ്ഞിക്കാരൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത് പേരാ പറയുന്നതെന്ന് പറയണേ. പല നാട്ടിലും പല പേരല്ലേ. അങ്ങനെ അതിനകത്ത് ഈ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ പീര റെഡിയായി കിട്ടും. പിന്നെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ സാധാ കറിയിട്ട് ഇളക്കുന്ന കണക്ക് ഇതിനകത്തിട്ട് ഇളക്കാൻ നിൽക്കരുത്. ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് കുക്കായൊന്ന് ജസ്റ്റ് ഒന്ന് തവിയിട്ട് നോക്കുക. അല്ലാതെ എടുത്തിട്ട് ഇളക്കാൻ നിൽക്കരുത്, മീനെല്ലാം കൂടെ പൊടിഞ്ഞു പോവും. അങ്ങനെ കറക്റ്റ് 10 മിനിറ്റ് നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ നല്ല കുക്കായി പീരയെല്ലാം നല്ല പറ്റി നമുക്ക് കിട്ടും. ഇതും ചോറും നമ്മുടെ ഒരു രസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, കുശാലായി എന്നൊക്കെ പറയാമല്ലോ, അതാണ്. അപ്പോൾ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.